ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിനുള്ളിൽ കുടുങ്ങി തൊഴിലാളികളായ 7 പേർ മരിച്ചു. അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. ദീപ്തി ഗോപകുമാർ ഉണ്ട് വിവരങ്ങളുമായി. ദീപ്തി, എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മിന്നൽ പ്രളയം. ആ മിന്നൽ പ്രളയത്തിൽ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ 7 തൊഴിലാളികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളും എങ്ങനെയാണ്? തീർച്ചയായും ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയം ഉണ്ടായത്. അതേ തുടർന്ന് ഈ ഒരു നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലാണ് ഇത്തരത്തിൽ വെള്ളവും മണ്ണും അടിഞ്ഞുകൂടി ഇത്തരത്തിലൊരു ടണൽ അല്ലെങ്കിൽ തുരങ്കം അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടന്നത്. 22 പേരാണ് ഈ ഒരു തൊഴിലാളികളാണ് ഇത്തരത്തിൽ ടണലിൽ കുടുങ്ങിക്കിടന്നത്. ഇതിൽ 20 പേരെ രക്ഷപ്പെടുത്തുകയും 2 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 20 പേരെ എത്തിച്ചെങ്കിലും അതിൽ 7 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ബാക്കി 14 പേരെ ചികിത്സയിൽ കഴിയുകയാണ്. ഈ 14 പേരിലും പലരുടെയും നില ഗുരുതരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തെഹ്രി ഹൈഡ്രോ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ജലവൈദ്യുത പദ്ധതിക്കായി നിർമ്മിക്കാനായുള്ള ഒരു തുരങ്കത്തിലാണ് ഇത്തരത്തിൽ വെള്ളവും മണ്ണും അടിഞ്ഞുകൂടി ഇത്തരത്തിൽ ഒരു അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തൊഴിലാളികളടക്കം ഇതിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസും അതോടെ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് അടക്കമുള്ളവരുടെ സംയുക്തമായ ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കാണാതായ 2 പേർക്കായി തെരച്ചിൽ ഊർജിതമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മണ്ണും വെള്ളവും അടക്കം കൂടിയതാണ് ഈ ഒരു അപകടത്തിന് കാരണമുണ്ടായത്. 22 പേരാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 22 പേരാണ് ഈ ഒരു തൊഴിലാളികളായി ഉണ്ടായിരുന്നത്. ഇതിൽ 20 പേരെ പുറത്തെത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 7 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചമോലി ജില്ലയിലെ പിപ്പൽകോട്ടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാർത്തു, ശരി. എന്തായാലും 7 തൊഴിലാളികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ദീപ്തി ഗോപകുമാറാണ് വിവരങ്ങൾ നൽകിയത്.